ഞാനിന്നിപ്പോൾ രാവിലെ ഇന്നത്തെ പത്രങ്ങൾ നോക്കുകയായിരുന്നു. ചില പത്രങ്ങളൊക്കെ ഒന്നാം പേജിൽ അത് വാർത്തയാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും അതിൻ്റെ ആ ഒരു നേട്ടം ഉൾക്കൊണ്ട് എത്രത്തോളം അത് മാധ്യമ വാർത്തയായിട്ടുണ്ട് എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിൽ പോലും കേരളം നിക്ഷേപ സൗഹൃദമല്ല, അല്ലെങ്കിൽ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് പുത്തൻ സംരംഭകർക്ക് ഉണർന്നു വരാനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഇല്ല എന്നുള്ള പ്രചാരണങ്ങൾക്കേറ്റ ഒരു വലിയ തിരിച്ചടിയും മറുപടിയും കൂടിയായി മാറുകയാണ് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ ഒന്നാം നേട്ടം എന്ന് പറയുന്നത്, ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത്. മിനിസ്റ്റർ, അതിലിപ്പോൾ മാധ്യമങ്ങളുടെ ഒരു സമീപനത്തിലും പൊതുവെ മാറ്റം വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ഈ വ്യവസായത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഇപ്പോൾ 28-ൽ നിന്ന് നമ്മൾ 15-ലേക്ക് എത്തിയത് പൊതുവെ പൊതുമണ്ഡലത്തിലേക്ക് അധികം വന്നിരുന്നില്ല. ചില മാധ്യമങ്ങൾ തന്നെ അവരുടെ പരിപാടിയിൽ 28-ാം സ്ഥാനമാണെന്ന് പറഞ്ഞിരുന്നു. നിയമസഭയിൽ തന്നെ ചില MLA-മാർ തന്നെ നമ്മൾ 28-ാം സ്ഥാനത്താണല്ലോ എന്ന് പറയുകയുണ്ടായി. രണ്ട് ഭാഗങ്ങളുണ്ടാകാം. മാധ്യമങ്ങൾ അത് ഇതിൽ അവതരിപ്പിച്ചില്ല. ഞങ്ങൾ നോക്കുമ്പോൾ അത് ശരിയായ രൂപത്തിൽ പൊതുമണ്ഡലത്തിലേക്ക് എത്തിക്കുന്ന പ്രചരണ രൂപങ്ങളിൽ നമുക്കും കുറവുകൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇത് രണ്ടും കൂടി വച്ചിട്ടാണ് പിന്നീട് ഞങ്ങൾ നീങ്ങിയത്. ഇപ്പോൾ ഇന്നത്തെ മാധ്യമങ്ങൾ നോക്കുമ്പോൾ പൊതുവെ മാധ്യമങ്ങൾ നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളായിട്ട് നമ്മൾ താരതമ്യം ചെയ്തിട്ട് വേണമല്ലോ പറയാൻ. അത് നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. മാധ്യമ സമീപനവും ഇതിലൊരു മാറ്റം വന്നതിൻ്റെ സൂചന കൂടി കാണും. കാരണം ഈ ഫീഡ്ബാക്കിൽ സംരംഭകർ ഇതിനെ ആശ്രയിക്കില്ല. അവർക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ, ദൃശ്യാച്ചടി മാധ്യമങ്ങളോട് അറിയാവുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ ന്യൂസ് പേപ്പേഴ്സ്, എക്കണോമിക് ടൈംസ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാൻഡേർഡ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ വരുന്ന അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലെ അച്ചടി മാധ്യമങ്ങളിലൂടെ വരുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് നെഗറ്റീവ് കാര്യങ്ങളാണ് വല്ലാതെ പ്രചരിച്ചിരുന്നത്. അതിപ്പോഴും വലിയ മാറ്റം ഉണ്ടായെന്നുള്ളതല്ല. പക്ഷേ പൊതുവെ സമൂഹത്തിനും അത്തരം വാർത്തകൾ വായിക്കുന്നതിലുള്ള താല്പര്യം, കാണുന്നതിലുള്ള താല്പര്യം അതും ഒരു ഘടകമായിരിക്കും. ഇപ്പോൾ കുറേ മാറ്റം വന്നിരിക്കുന്നു. ഇനി ഇത് നന്നായി ഒന്ന് പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നമുക്ക് ഈ അംഗീകാരം കിട്ടുന്നത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായി ഈ 2025 ആദ്യം തന്നെ ഒരു സംരംഭക സംഗമം നടത്തണം എന്നത് പ്ലാൻ ചെയ്തിട്ട് 3 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ ഒരു സംഗമം നടത്തി അതിൻ്റെ ആഘോഷങ്ങൾ ഇത്ര ലക്ഷം കോടി വരും എന്ന പ്രഖ്യാപനം എന്നതിനപ്പുറത്തേക്ക് എല്ലാ കാര്യത്തിലും നമ്മൾ തയ്യാറായി കഴിഞ്ഞിട്ട് വേണം സംഗമത്തിലേക്ക് പോകാൻ എന്നാണ് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ കണ്ടിരുന്നത്. അപ്പോൾ പലരും ചോദിക്കാറ് നമുക്കൊരു നിക്ഷേപ സംഗമം വേണ്ട എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന നിക്ഷേപ സംഗമങ്ങളുടെ പ്രഖ്യാപനവും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായൊരു പ്ലാനിൽ 2025 ഒരു സംഗമം വേണം എന്ന് കണ്ട് ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തി, ചട്ടങ്ങൾ ലളിതമാക്കി, അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസായ നയം പ്രഖ്യാപിച്ചു. വ്യവസായ നയത്തിൻ്റെ ഉപനയങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 5000-ഓളം സംരംഭകരുമായിട്ടെങ്കിലും ഞാൻ നേരിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി സംവദിച്ചിട്ടുണ്ട്. അവരുടെ സംഘടനകളുമായിട്ട് നിരന്തരം ആശയവിനിമയം നടത്തി. അതിൻ്റെ തുടർച്ചയിൽ നമ്മളിപ്പോൾ ജനറേറ്റീവ് AI കോൺക്ലേവ് കഴിഞ്ഞു, റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ കഴിഞ്ഞു, ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൻ്റെ റൗണ്ട് ടേബിൾ കഴിഞ്ഞു, മാരിടൈം ആൻഡ് ലോജിസ്റ്റിക് റൗണ്ട് ടേബിൾ കഴിഞ്ഞു. ഇനി ലൈഫ് സയൻസിൻ്റെ റൗണ്ട് ടേബിൾ വരികയാണ്. അതോടൊപ്പം മറുവശത്ത് അങ്ങനെ 12 റൗണ്ട് ടേബിളുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. റോഡ് ഷോ, ചെന്നൈയിലെ റോഡ് ഷോ കഴിഞ്ഞു. ഈ 19-ന് ബാംഗ്ലൂർ റോഡ് ഷോയാണ്. അത് കഴിഞ്ഞ് ഡൽഹിയിലും മുംബൈയിലും റോഡ് ഷോ ഉണ്ട്. പുറത്തും അത്തരത്തിൽ റോഡ് ഷോകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഫെബ്രുവരി 21, 22-ന് നിക്ഷേപ സംഗമം കൊച്ചിയിൽ വരുന്നത്. അപ്പോൾ അതിലേക്കുള്ള ആ തയ്യാറെടുപ്പിനിടയിൽ ഈ ഒന്നിലേക്ക് എത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ടോപ്പ് അച്ചീവേഴ്സിൽ നമുക്ക് ഏറ്റവും ഒന്നാമതായി ടോപ്പറാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ പ്രക്രിയയ്ക്ക് കുറേ കൂടി ആത്മവിശ്വാസം പകരും. പ്രധാന പണി ഈ വ്യവസായ വകുപ്പിൽ നമ്മളിപ്പോൾ കേരളത്തിലെ എല്ലാ വകുപ്പുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശം പ്രതിച്ഛായ വകുപ്പുകളുടെയോ ഇതിൻ്റെ ഭാഗമായിട്ടാകണമെന്നില്ല ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് വ്യവസായ രംഗം. അതിലും ഇന്നൊരു CBM, കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ്, അതിനാണ് ഞങ്ങൾ ആദ്യം കേന്ദ്രീകരിച്ചിരുന്നത്. അതിപ്പോൾ നമുക്ക് ഈ നിലയിലേക്ക് ഉയരാൻ കഴിഞ്ഞു. ഇതുകൂടി ഉപയോഗിച്ച് എങ്ങനെ ഈ നിക്ഷേപ സംഗമത്തിലൂടെ പരമാവധി നമുക്ക് നിക്ഷേപം കൊണ്ടുവരാൻ കഴിയും, അതാണ് നമ്മൾ ശ്രമിക്കുന്നത്.